പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പിൻ കോഡ് എന്ന സിസ്റ്റം മാറ്റിക്കൊണ്ട് ഡിജി പിൻ എന്ന ഒരു ഓപ്ഷൻ പുതിയതായിട്ട് ഇന്ത്യൻ പോസ്റ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് പിൻ കോഡ് എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ കോഡായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് ഓഫീസ് പരിധിയിൽ വരുന്ന എല്ലാവർക്കും ഒരു പിൻ കോഡായിരിക്കും ഉണ്ടാകുന്നത്. ഇത് ഓരോരുത്തർക്കും ഓരോ വീടിന് സമീപമായിട്ട് 4 മീറ്റർ ചുറ്റളവിലായിട്ട് ഡിജി പിൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ കൊറിയറും കാര്യങ്ങളും എല്ലാം തന്നെ കറക്റ്റായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സഹായപ്രദമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയൊരു ഓപ്ഷനാണ് ഡിജി പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് ഉപയോഗിച്ചുകൊണ്ട് പിൻ കോഡിന് പകരമായിട്ട് ഡിജി പിൻ ആണ് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ മിക്ക സ്ഥാപനങ്ങളിലും ഇതിനുള്ള ഓപ്ഷനുകൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ എക്സാക്റ്റ് ലൊക്കേഷനിലോട്ട് എത്തിച്ചേരാനായിട്ട് വളരെ സിമ്പിളായി തന്നെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഡിജി പിൻ ഇന്ത്യ പോസ്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോ യുവർ ഡിജി പിൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൊക്കേഷൻ ഡീറ്റെയിൽസുകൾ എനേബിൾ ചെയ്ത് കൊടുക്കാനായിട്ട് ചോദിക്കുന്നതായിരിക്കും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. വെൽക്കം എന്നുള്ള ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഐ കൺസേൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റായി തന്നെ നമ്മളുടെ ലൊക്കേഷൻ എനേബിൾ ആയിക്കൊണ്ട് നമ്മളിപ്പോൾ നിലവിൽ എവിടെയാണോ നിൽക്കുന്നത് ആ ഭാഗത്തോട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സൈഡ് ഭാഗത്തായിട്ട് നമ്മളുടെ യുവർ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷനാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നോ യുവർ ഡിജി പിൻ എന്നുള്ളതിന് താഴെയായിട്ട് യുവർ ഡിജി പിൻ എന്ന് എഴുതിക്കൊണ്ട് നിങ്ങളുടെ ഡിജി പിൻ എന്താണോ അത് അവിടെ എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന് സൈഡ് ഭാഗത്തായിട്ട് ഒരു QR കോഡിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിജി പിൻ ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ആയിരിക്കുന്ന ഒരു QR കോഡാണ്. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യാം. ഇനി ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള കറൻറ്റ് ലൊക്കേഷൻ അറിയണം എന്നുള്ളവർക്ക് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അവർക്ക് ഓപ്പണിംഗ് ഗൂഗിൾ മാപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷനിലോട്ട് കൃത്യമായിട്ട് തന്നെ എത്താൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾക്ക് ഷെയർ എന്ന് പറയുന്ന 5ാമത്തെ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് തന്നെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇനി ഇതായിരിക്കും നിങ്ങൾ പിൻ കോഡിന് പകരമായിട്ടും പല സ്ഥലങ്ങളിലും കൊടുക്കേണ്ടി വരിക. ഡിജി പിൻ യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ അക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടെത്താനും അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.